വെൽക്കം, റഹ്മാനാണ്. ബാക്കംസ്ട്രി വൈറ്റമിൻ സീരീസിൽ ഈ വീഡിയോ വൈറ്റമിൻ B5 കുറിച്ചിട്ടാണ്. വൈറ്റമിൻ B5 ഓർ പാൻറ്റോതെനിക് ആസിഡ് എന്നാണ് ഇതിന്റെ പേര്. പാൻറ്റോതെനിക് ആസിഡിനെ കുറിച്ചിട്ട്. സോ വൈറ്റമിൻ ബി കോംപ്ലക്സിലെ വൈറ്റമിൻ ആണ് B5 എന്ന് പറയുന്നത്, ഓർ പാൻറ്റോതെനിക് ആസിഡ്. സോ ദിസ് ഈസ് ഓൾസോ വാട്ടർ സോലുബിൾ ആണ്. സോ ദിസ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. സോ പാൻറ്റോസ് എന്ന് പറഞ്ഞാൽ പാൻറ്റോസ് മീൻസ് എവരിവേർ എന്നാണ് അർത്ഥം. എവരിവേർ, എല്ലായിടത്തും എന്നാണ് അർത്ഥം. സോ ഈ വൈറ്റമിൻ എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ശരീരത്തിന്റെ ബയോകെമിക്കൽ റിയാക്ഷൻ ആവശ്യമുള്ള വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ B5 എന്ന് പറയുന്നത്. സോ എവിടെയൊക്കെ ഉണ്ട്? ലിവറിലുണ്ട്, എഗ് ഉണ്ട്, മീറ്റിലുണ്ട്, ഈസ്റ്റിലുണ്ട്, ലെഗ്യൂംസ്, ഇവിടെയൊക്കെ ഉണ്ട് സംഭവം. എല്ലായിടത്തും ഇത് കിട്ടും. സോ ദിവസം നമുക്ക് എത്ര വേണം എന്ന് വെച്ചാൽ ഒരു 10 മില്ലിഗ്രാം ആണ് നമുക്ക് പെർ ഡേ. നമുക്ക് ദിവസവും ഇത് ആവശ്യമാണ്. ആൻഡ് നമ്മുടെ ഇൻഡസ്റ്റൈനിലെ ഗഡ് ബാക്ടീരിയാസ് ഓർ മൈക്രോ ഇൻഡസ്റ്റൈനൽ മൈക്രോഫ്ലോറ ഇത് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നുണ്ട്. സോ സാധാരണ രീതിയിൽ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സാധാരണ ഡെഫിഷ്യൻസി സ്റ്റേറ്റ്സ് കുറവാണ്, അങ്ങനെയൊന്നും വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എവിടേക്കാണ് ഈ പാൻറ്റോതെനിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ദിസ് എ കമ്പോണന്റ് ഓഫ് കോഎൻസൈം എ. കോഎൻസൈം എയുടെ ഭാഗമാണ്, അതിന്റെ ഒരു കമ്പോണന്റ് ആണ്. അസറ്റൈൽ ഗ്രൂപ്പ്, അസൈൽ ഗ്രൂപ്പ് തുടങ്ങിയവയൊക്കെ ക്യാരി ചെയ്യുന്ന അസൈൽ കാരിയർ പ്രോട്ടീൻ, അതിന്റെ ഭാഗമാണ് ഈ പാൻറ്റോതെനിക് ആസിഡ് എന്ന് പറയുന്നത്. സോ കോഎൻസൈം എ നമുക്ക് CoASH എന്ന് എഴുതിയാലും അത് തന്നെയാണ്, കാരണം ബിക്കോസ് തയോൾ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ ഇങ്ങനെ എഴുതാം. സോ പാൻറ്റോതെനിക് ആസിഡ് ഈസ് കെമിക്കലി എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് കെമിക്കലി പാൻറ്റോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉണ്ട്. അതിന്റെ കൂടെ ബീറ്റ അലാനിനും കൂടി ചേർന്നാണ്. സോ 6 കാർബൺ ഉള്ള ഒരു സംഭവമാണ് ഈ പാൻറ്റോയിക് ആസിഡ് എന്ന് നമ്മൾ പറയാ. സോ നമുക്കപ്പോൾ ഒന്ന് എഴുതി കഴിഞ്ഞാൽ CH2 ഇവിടെ ഒരു OH എഴുതാം. ദെൻ CH ഇവിടെ CH3 ഇവിടെ ഒരു CH3 എഴുതാം. ദെൻ CHOH ദെൻ CO ഇവിടെ ഒരു OH ഉണ്ട്, ഞാൻ എഴുതുന്നില്ല ബിക്കോസ് ആസിഡ് ആണ്. സോ OH എന്ന് ഇവിടെ എഴുതിയേക്കാം. സോ ഇതിനകത്തേക്കാണ് നമ്മൾ ബീറ്റ അലാനിൻ. സോ ഇതാണ് പാൻറ്റോയിക് ആസിഡ്. സോ ബീറ്റ അലാനിന്റെ അമിനോ ഗ്രൂപ്പ് NH ഇവിടെ പിടിപ്പിക്കുന്നു. ദെൻ CH2 അപ്പോൾ COOH ആസിഡ് ഇവിടെ പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ് ദിസ് പാൻറ്റോതെനിക് ആസിഡ് എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. സോ കോഎൻസൈം എയുടെ ഭാഗമാണ് ഇത്. സോ അപ്പോൾ ഈ പറയുന്ന കോഎൻസൈം എയിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ആദ്യം നമുക്കിവിടെ ഒരു ADP ഉണ്ട്. ADP ഈസ് ഫോസ്ഫോറിലേറ്റഡ് ADP ആണ്. സോ ഒരു ഫോസ്ഫേറ്റ് പിടിപ്പിച്ച ADP ആണ്. ആൻഡ് ഇവിടെ നമുക്ക് പാൻറ്റോതെനിക് ആസിഡ് ആണ് പിന്നെ ഇവിടെ ഉള്ളത്. ആൻഡ് പിന്നെ ഇതിനോട് പാൻറ്റോതെനിക് ആസിഡിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആളുടെ പേര് ബീറ്റ മെർകാപ്റ്റോ ഈഥൈൽ അമീൻ ആണ്. ബീറ്റ മെർകാപ്റ്റോ ഈഥൈൽ അമീൻ ആണ് ഇങ്ങനെ പിടിപ്പിച്ചിരുന്നത്. സോ ഇത്രയും 3 സംഭവങ്ങൾ ചേർന്നതാണ് ഈ പറയുന്ന കോഎൻസൈം എ എന്ന് പറയും. സോ അപ്പോൾ ഇവിടെ ഒരു അസൈൽ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ, അസൈൽ ഗ്രൂപ്പ് പിടിക്കുമ്പോൾ എവിടെ പിടിപ്പിക്കുക വെച്ചാൽ ഇവിടെയാണ് ബീറ്റ മെർകാപ്റ്റോ ഈഥൈൽ അമീനിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് പിടിപ്പിച്ചു കഴിയുമ്പോൾ സംഭവം അസൈൽ കോയെ, അസൈൽ ഗ്രൂപ്പ് ആണ് ഇവിടെ പിടിപ്പിക്കുന്നതെങ്കിൽ, സോ ദിസ് ഇസ് നൗ അസൈൽ കോയെ. അസറ്റൈൽ പിടിപ്പിച്ചാലോ, ഇൻസ്റ്റെഡ് ഓഫ് അസൈൽ മാറ്റി അസറ്റൈൽ പിടിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം അസറ്റൈൽ കോയെ ആവും. സോ ഇത്രയാണ് കോഎൻസൈം എ എന്ന് പറയുന്നത്. ആൻഡ് പകരം ഇനി ഇതും അല്ല സക്സിനൈൽ ആണ് പിടിപ്പിക്കുന്നതെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് സക്സിനൈൽ കോയെ എന്ന് വിളിപ്പിക്കും. ആൻഡ് അത് മാറ്റി HMG കോയെ പിടിപ്പിച്ചാലോ, HMG പിടിപ്പിച്ചു കഴിഞ്ഞാൽ HMG കോയെ ആയി. സോ ഇതാണ് കോയ ഉണ്ട്, പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇവിടെ പിടിപ്പിക്കാം. സോ കോയെ നമ്മൾ CoASH എന്ന് പറയുന്നു പറഞ്ഞു, CoASH എന്ന് പറയാം. കാരണം ഇവിടെ ഉള്ള SH ഗ്രൂപ്പ് ഇവിടെയാണ്. സോ തയോൾ ഗ്രൂപ്പ് ആണ് ഇവിടെ ഉള്ളത്. സോ ഇതാണ് ഈ അസറ്റൈൽ ഗ്രൂപ്പിലും അസൈൽ ഗ്രൂപ്പിലും സക്സിനൈൽ ഗ്രൂപ്പിലും HMGയിലൊക്കെ പിടിപ്പിച്ച് ക്യാരി ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സാധാരണ രീതിയിൽ കോയെ രൂപത്തിലുള്ള പാൻറ്റോതെനിക് ആസിഡ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു എൻസൈം വേണം, ദാറ്റ് ഈസ് പാൻറ്റിതൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് പാൻറ്റോതെനിക് ആസിഡ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ അബ്സോർബ് ചെയ്യുക. അബ്സോർബ് ചെയ്ത് വീണ്ടും ശരീരത്തിലെത്തി ലിവറിലൊക്കെ എത്തുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബിക്കം എഗെയിൻ കോയെ. സോ ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും കോയായിട്ട് ആയിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ പാൻറ്റോതെനിക് ആസിഡ് മാത്രമായിട്ടല്ല, ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കോഎൻസൈം എ ആയിട്ടാണ് പ്രവർത്തിക്കുക. സോ അപ്പോൾ പാൻറ്റോതെനിക് ആസിഡിൽ നിന്ന് കോഎൻസൈം എ ഉണ്ടാക്കാൻ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, ഞാനത് ഇവിടെ പറയുന്നില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. സോ ഇവിടെ നമുക്കൊരു 5 ATP ഒക്കെ കൊടുത്തിട്ട് വേണം, 5 ATP അല്ലെങ്കിൽ ഹൈ എനർജി ബോണ്ടൊക്കെ നമ്മൾ ചെലവാക്കിയിട്ടാണ് പാൻറ്റോതെനിക് ആസിഡിനെ കോഎൻസൈം എ ആക്കി മാറുക. സോ പാൻറ്റോതെനിക് ആസിഡ് ഫംഗ്ഷൻ ആസ് കോഎൻസൈം എ ആയിട്ടാണ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അസൈൽ കോയ ആയിട്ട് വർക്ക് ചെയ്യാം, അസറ്റൈൽ കോയ ആയിട്ട് വർക്ക് ചെയ്യാം, സക്സിനൈൽ കോയ ആയിട്ട് വർക്ക് ചെയ്യാം, HMG കോയ ആയിട്ടും പ്രവർത്തിക്കാം. സോ അപ്പോൾ നമുക്ക് ആദ്യം അസറ്റൈൽ കോയെ ആയിട്ട് എവിടെയെല്ലാമാണ് വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, അസറ്റൈൽ കോയെ എവിടെ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നത്? അസറ്റൈൽ കോയ ഉണ്ടാകുന്നത് ഒന്ന് പൈറുവേറ്റിൽ നിന്നാണ് നമുക്കറിയാം. സോ പൈറുവേറ്റിൽ നിന്നുണ്ടാകും. പിന്നെ ഉണ്ടാകാവുന്നത് കീറ്റോജനിക്
കീറ്റോജനിക് അമിനോ ആസിഡ് ആണ്. പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക് എന്ന് പറയുന്നത് ലൂസിൻ ആണ് എന്ന് നമുക്കറിയാം, അതിൽ നിന്നുണ്ടാകാം. ദെൻ ഫാറ്റി ആസിഡിന്റെ ബീറ്റ ഓക്സിഡേഷൻ വഴി നമുക്ക് സംഭവം അസറ്റൈൽ കോയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന അസറ്റൈൽ കോയെ, സോ അതിന്റെ ഫേറ്റ് ഭാവി എങ്ങോട്ടേക്കൊക്കെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇതിനെ TCA സൈക്കിളിനകത്തേക്ക് പോകാം. TCA സൈക്കിളിൽ ഓക്സിഡേഷനൊക്കെ നടന്ന് അവസാനം നമുക്ക് ATP ഉണ്ടാക്കാം എന്നുള്ളതാണ്. രണ്ട്, ദിസ് ക്യാൻ ഗോ ടു ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് സിന്തസിന്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? അസറ്റൈൽ കോയെ കൺവേർട്ടഡ് ടു മാലോണൈൽ കോയെ ആണ് നമുക്കറിയാം. സോ അപ്പോൾ അസറ്റൈൽ കോയെ അവിടെ വേണം. രണ്ട്, കൊളസ്ട്രോൾ ഉണ്ടാക്കാനും അസറ്റൈൽ കോയെ വേണം. സോ ഇവിടെ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ അസറ്റൈൽ കോയെ മാത്രം പോരാ, മറ്റൊരു കോയെ നമ്മൾ പഠിക്കാൻ പോകുന്നത് HMG കോയയാണ്. HMG കോയയും കൂടി വേണം. സോ കൊളസ്ട്രോൾ ഉണ്ടാക്കിയാലേ അതിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ D ഉണ്ടാക്കാൻ പറ്റൂ, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കാൻ പറ്റൂ. സോ അപ്പോൾ ഇതിനെല്ലാം പാൻറ്റോതെനിക് ആസിഡ് ബേസിക് ആയിട്ട് വേണം, ഉള്ള കോയെ വേണം. ഇനി സ്റ്റാർവേഷൻ സമയത്ത് അല്ലെങ്കിൽ എക്സസീവ് ഓർ അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഇങ്ങനെയൊക്കെ സമയത്ത് കീറ്റോൺ ബോഡീസ് ഉണ്ടാക്കാനും നമുക്ക് അസറ്റൈൽ കോയെ വേണം. ഇനി ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസറ്റൈൽ കോളീൻ ഉണ്ടാക്കാനും നമുക്ക് ഈ സംഭവം അസറ്റൈൽ കോയെ നമുക്ക് ആവശ്യമാണ്. സോ ഇനി വീണ്ടും പറയുകയാണെങ്കിൽ പല ഡീടോക്സിഫിക്കേഷൻ റിയാക്ഷനും നമുക്ക് വേണം, പാസിറ്റിലേഷൻ അങ്ങനെയൊക്കെ നടക്കാനും നമുക്ക് ഇതൊക്കെ വേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ ഫേറ്റ്. അപ്പൊ ഇനി സക്സിനൈൽ കോയെ, അതിനെപ്പറ്റി പറയാം. സക്സിനൈൽ കോയെ എവിടെ നിന്നൊക്കെ ഉണ്ടാവുന്നു? സക്സിനൈൽ കോയെ ഉണ്ടാകാനായിട്ട് ഒന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ്, അതിൽ നിന്ന് TCA സൈക്കിളിൽ ഈ സംഭവം ഉണ്ടാകും, സക്സിനൈൽ കോയെ ഉണ്ടാകുന്നു. പിന്നെ അത് വീണ്ടും ഓക്സാലോഅസറ്റേറ്റ് അങ്ങനെയൊക്കെ ആയി പോകും. ദെൻ പിന്നെ ഉണ്ടാകാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് മെത്തിയോണിൻ അല്ലെങ്കിൽ ത്രിയോണിൻ അല്ലെങ്കിൽ ഐസോലൂസിൻ അല്ലെങ്കിൽ വാലിൻ പോലുള്ള അമിനോ ആസിഡ്സിന്റെ മെറ്റബോളിസത്തിൽ നിന്നും സക്സിനൈൽ കോയെ ഉണ്ടാകാം. പിന്നെ ഉണ്ടാകാവുന്നത് ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. ഓട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, അതിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് പ്രൊപ്പിയോണൈൽ കോയെയാണ് ഉണ്ടാകുന്നത്. ദെൻ അതിനുശേഷം സക്സിനൈൽ കോയെ ആയിട്ടുണ്ടാകും. സോ ഈ സക്സിനൈൽ കോയെ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകാം? ഇറ്റ് ക്യാൻ ഗോ ടു TCA സൈക്കിളിനകത്തേക്ക് പോകാം. ദെൻ ഗ്ലൂക്കോനിയോജെനിസിസിൽ ഓക്സാലിക് ആസിഡ് വേണം. സോ ഓക്സാലിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ സക്സിനൈൽ കോയെ വേണം. ദെൻ സക്സിനൈൽ കോയയും ഇതിന്റെ ഒപ്പം തന്നെ ഗ്ലൈസീനും കൂടി ചേരുന്നതാണ് നമ്മുടെ ഹീം സിന്തസിസ് അല്ല. ഹീം സിന്തസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സിനൈൽ കോയ പ്ലസ് ഗ്ലൈസീൻ ആണെന്ന് നമുക്കറിയാം. സോ അപ്പൊ അവിടെയും സക്സിനൈൽ കോയ വേണം. അപ്പൊ ഹീം ഉണ്ടാക്കാൻ വേണം, പോർഫൈറിൻസോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഇത് വേണം. ഇനി സ്റ്റാർവേഷൻ്റെ സമയത്ത് നമുക്ക് അൺകൺട്രോൾ ഡയബറ്റീസിൻ്റെ ഒക്കെ സമയത്ത് കീറ്റോൺ ബോഡീസ് ഉണ്ടാക്കാനല്ല, അതിന്റെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് അസറ്റേറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേഷന് സക്സിനൈൽ കോയെ വേണം. സോ അതിന്റെ ഒരു എൻസൈം തയാഫോറിനേസ് എന്നാണ് ആ എൻസൈമിന്റെ വേറെ പേര് കൂടി ഉണ്ട്. സോ ഇത് നമ്മുടെ ലിവറിനകത്തില്ല. സോ ഓൾസോ ഇമ്പോർട്ടന്റ് ഇൻ ഡീടോക്സിഫിക്കേഷൻ. സോ ഇങ്ങനെ അടുത്തത് ഇമ്പോർട്ടന്റ് ഇൻ ഡീടോക്സിഫിക്കേഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ സക്സിനൈൽ കോയയുടെ റോൾ. അസൈൽ കോയെ ഏത് ഫാറ്റി ആസിഡ് ആണ് പിടിപ്പിക്കുന്നത് അനുസരിച്ചിരിക്കും, അതുകൊണ്ടാണ് അത് പറയാത്തത്. സോ ഇനി നമുക്കപ്പോൾ അതിന്റെ ഡെഫിഷ്യൻസി പറയാം. ഡെഫിഷ്യൻസി റെയർ ആണ്. കടുത്ത ഫാമിൻ എന്ന് വെച്ചാൽ ദാരിദ്ര്യം, അതിദാരിദ്ര്യത്തിൽ ഉണ്ടാകാം. സോ അല്ലെങ്കിൽ പ്രിസൺ ക്യാമ്പിൽ ഭക്ഷണം ഒന്നും കിട്ടുന്നില്ലായിരിക്കാം. ദെൻ ക്രോണിക് ആൽക്കഹോളിക്സോ ഇങ്ങനെയുള്ളവരിലൊക്കെയാണ് പാൻതോതെനിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി വരികയാണെങ്കിൽ വരിക. അപ്പൊ ഉണ്ടാകാവുന്ന അസുഖത്തിന്റെ പേര് നമ്മുടെ ഗോപാലൻസ് ബേണിംഗ് ഫുഡ് സിൻഡ്രോം എന്നാണ്. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേര് ബേണിംഗ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് പെയിൻ ഇൻ ദ ലോവർ എക്സ്ട്രിമിറ്റീസ്, കാലിലും മറ്റും. അപ്പൊ ഉണ്ടാകുന്നത് പാരാസ്തീഷ്യ എന്ന് പറയുന്ന കണ്ടീഷനാണ് ഉണ്ടാകുക. അതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ ഇതിനൊപ്പം ഉണ്ടാകാവുന്നത് ബാലൻസിലുള്ള തകരാറാണ്. ബാലൻസ് തെറ്റും അല്ലെങ്കിൽ നമുക്കതിനെ സ്റ്റാഗറിംഗ് ഗെയ്റ്റ് എന്ന് പറയും. ഇങ്ങനെയുണ്ട്. സോ ഇത്രയാണ് നമുക്ക് പാൻതോതെനിക് ആസിഡിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പാൻതോതെനിക് ആസിഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.